യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മോള്. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നാളെ അതൊരു വിഷയമാവരുത്. മാഡം, അതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ മാഡത്തിന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പെൺകുട്ടിയല്ലേ മാഡത്തിന്റെ മോനെ ചതിച്ചിട്ട് മറ്റൊരാളെ മാലയിട്ടത്. ഈ വിവരമൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൂര്യ വരട്ടെ. അവനുമായി സംസാരിച്ച് ഈ ആഴ്ച തന്നെ നമുക്ക് പെണ്ണ് കാണാനുള്ള ഏർപ്പാട് ചെയ്യാം. അല്ല മാഡം, ആദ്യം പയ്യന് പെണ്ണിനെ ഇഷ്ടപ്പെടുമെന്ന് അറിയട്ടെ. ഈ മോളെ കണ്ടാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? മോളെ, അവനെന്താ വന്നിട്ട് കേറാതെ പോകുന്നേ? ഞാൻ സൂര്യ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അവിടെ എൻ്റെ സൂര്യക്ക് വേണ്ടി കല്യാണക്കാരി സംസാരിക്കുന്ന കേട്ടു. അതുകൊണ്ടാണ് ഞാൻ കയറാതെ പോവാന്ന് കരുതിയ. അങ്കിൾ, ആന്റി വീണ്ടും സൂര്യക്ക് കല്യാണം ആലോചിക്കുവാണല്ലേ? ജയക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടോ മോളെ സൂര്യക്ക് പോലും ഇഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ. മോളെന്തിനാ വന്നേ? എനിക്കുടനെ സൂര്യയെ കാണണം അങ്കിൾ. കണ്ടേ പറ്റൂ. എനിക്ക് അവനോട് സംസാരിക്കണം. എന്താ മോളെ, എന്തെങ്കിലും എമർജൻസി ആണോ? അതെ അങ്കിൾ, എനിക്കുടനെ അവനെ കാണണം. അവൻ പുറത്തേക്ക് പോയിരിക്കുക. അകത്തിരിക്കുന്ന മാരണങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം പോയതാ. എന്റെ മോനിപ്പോ എല്ലാ പിടിവെള്ളിയും വിട്ടു നിൽക്കുക. ഇപ്പോഴും അവന് ആകെയുള്ളൊരു പ്രതീക്ഷ മോള് മാത്രം. ഇനിയെങ്കിലും മോൾ അവനെ മനസ്സിലാക്കണം. എനിക്കവനെ കാണണം അങ്കിൾ. കണ്ടേ പറ്റൂ. ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്കിൾ, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താണെന്നറിയില്ല മോൾ. കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. മോളകത്തേക്ക് കയറണം. ഇല്ല അങ്കിൾ, ഞാൻ പോവാ. ഇന്ന് എപ്പോഴായാലും എനിക്ക് സൂര്യ കാണണം. ഞാൻ പോട്ടെ അങ്കിളെ. ശരി മോളെ. ശരി അങ്കിൾ. ശരി. ഈശ്വര, ഇതൊരു നല്ല നിമിത്തമായിരിക്കണേ. എൻ്റെ മോൻ്റെ ആഗ്രഹം എത്രയും വേഗത്തിൽ നടത്തി കൊടുക്കണം. ഇന്നെന്തായാലും ബ്രോക്കറോട് കണ്ട് പറഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ. ശരി. ഞാൻ അന്വേഷിച്ചെന്ന് അവരോട് പറഞ്ഞേക്കാം. ശരി. സാറ് വന്നല്ലോ. സാറേ, ഞങ്ങള് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മകനുമായി ആലോചിച്ചിട്ട് നമുക്ക് പെണ്ണ് കാണലൊക്കെ തീരുമാനിക്കാം. അതൊന്നും നടക്കാൻ പോണില്ല. സൂര്യക്ക് മറ്റൊരു പെൺകുട്ടിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് ഇന്നും നിലം തുടങ്ങിയ ഇഷ്ടമൊന്നുമല്ല. കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കൾ അവര്. അതുകൊണ്ട് അവനെ വെറുതെ വിട്ടേക്കണം. ഈ കല്യാണം നടക്കില്ല. ദൈവേട്ടാ, നീ ചുമ്മാ അലറണ്ട. ഇതിൽ ഞാൻ ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടും. എന്താ മാഡം ഈ സാറ് എന്തൊക്കെയായി പറയുന്നത്? വ്യക്തമായ സത്യ. എന്റെ മകൻ ഒരിക്കലും ഭാവന എന്ന അവന്റെ സുഹൃത്തിനല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല.
അപ്പം മാഡം പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. അതൊന്നും എനിക്കറിയാൻ പാടില്ല. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സെൻസർ ചെയ്തിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ദേവേട്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പൊ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ആ പ്രശ്നം. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവാതെ ഇയാളെ പറഞ്ഞുവിടാൻ നോക്ക്. എന്നാലും ഇങ്ങനൊരു ചതി വേണ്ടായിരുന്നു മാഡം എന്നോട്. ദേവേട്ടനൊന്ന് നിന്നെ. എന്താ എന്നെ തോൽപ്പിക്കാന്നാണോ? നിന്നെ തോൽപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? ഞാനീ ചെയ്യുന്നത് നമ്മളുടെ മകൻ തോറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. എന്നാലേ ആ വേല അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇതല്ലെങ്കിൽ മറ്റൊരു പെണ്ണ്. അതല്ലാതെ ഭാവനയെ സൂര്യ ഒരിക്കലും താലി കെട്ടില്ല. ഈ വിഷയം നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ജയ. അതുകൊണ്ട് നീ ചെല്ല്. അങ്ങനെ എന്നെ പറഞ്ഞു വിടാന്ന് നോക്കണ്ട ദേവേട്ട. ഇക്കാര്യത്തിൽ ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഒരിക്കൽ നീ തീരുമാനിച്ചതിന് ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും ചോദിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. അപ്പോഴവളും മോന് വേറൊരു ബന്ധം കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല ജയ, നിനക്ക് ലേശം പോലും ഉളുപ്പില്ലേ? ഇനി ഒന്നുകൂടി കേട്ടോ, ഇങ്ങനെ ഒരു ആലോചന വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ സൂര്യ ഇവിടുന്ന് പോയേ. അതിനർത്ഥം നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അവൻ അറിയാം. എന്നാ അവനിങ്ങ് വരട്ടെ. ഞാൻ അത്രയ്ക്ക് ഭാരാണോന്ന് എനിക്ക് അറിയണം. അത് അവനോടല്ല ചോദിക്കണ്ടേ. കണ്ണാടിന് മുന്നിൽ പോയി നിന്നിട്ട് നിന്നോട് തന്നെ ചോദിച്ചോ. നീ നോക്കിക്കോ ജയ, ഇനിയും നീ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇനി ഒരിക്കലും നിന്റെ മകനെ നിനക്ക് കിട്ടിയെന്ന് വരില്ല. വേണമെങ്കിൽ ഈ വാക്ക് നീ കുറിച്ചിട്ടോ. പല്ലവി കിച്ചണിലൊന്ന് കയറിയില്ലേ പ്രാർത്ഥന? ഞാനിതുവരെ കണ്ടിട്ടില്ല ഏട്ടാ. സമയമാകുമ്പോ കൃത്യമായിട്ടും ഡൈനിങ്ങിലെത്തും. സമാധാനപ്പെട്ട് പ്രാർത്ഥന. പല്ലവിയെ നമുക്ക് കിച്ചണിൽ കയറ്റണം. ഭാവനയാണല്ലോ. ഹലോ ഭാവന. മോനെ, സൂര്യ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ എവിടെ പോയതാന്നറിയോ? ഇല്ല ഭാവന, അവൻ എന്നെ ഒന്ന് വിളിച്ചിട്ടേ ഇല്ല. ഞാൻ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. മോനെ, എനിക്ക് അവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. സത്യമായിട്ട് എനിക്ക് അറിയില്ല ഭാവന. അവൻ വീട്ടിലുണ്ടാവുമായിരിക്കും. ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ വീട്ടിൽ പോയിട്ട് വരുവാ മോനെ. അവിടെ ഇല്ല. പിന്നെ അവൻ എവിടെ പോയി? സാധാരണ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്തതാ. അതാ ഞാനും ആലോചിക്കുന്നത്. ഇനിയിപ്പോ ചാർജ് തീർന്നതായിരിക്കോ? അറിയില്ല. എന്തായാലും ഭാവന ട്രൈ ചെയ്തോണ്ടിരിക്കേ, അവനെ കിട്ടും. ശരി.